ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ 4 അമ്പലങ്ങളാണ്. കഴിഞ്ഞ വീഡിയോയിൽ എറണാകുളം ജില്ലയിലെ പരിചയപ്പെട്ടായിരുന്നു. ഈ വീഡിയോയിൽ മലപ്പുറം ജില്ലയിലെ 4 അമ്പലങ്ങളിൽ ആദ്യത്തേതാണ് പറയുന്നത്, രാമപുരം ശ്രീരാമക്ഷേത്രം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ അറിയിക്കുക. മലപ്പുറം ജില്ലയിലെ അപൂർവം ശ്രീരാമക്ഷേത്രങ്ങളിൽ ഒന്നാണ് രാമപുരം ശ്രീരാമക്ഷേത്രം. മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ താലൂക്കിൽ NH 213 സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ചതുർബാഹുവായ ശ്രീരാമസ്വാമിയാണ്. കൂടാതെ ഉപദേവതകളായി ഗണപതി, ശാസ്താവ്, ഹനുമാൻ എന്നിവർക്കും പ്രതിഷ്ഠയുണ്ട്. ക്ഷേത്ര ഐതിഹ്യം: ഒരു ഉത്തരേന്ത്യൻ ബ്രാഹ്മണൻ തൻ്റെ ഇഷ്ടദേവതയായ ശ്രീരാമസ്വാമിയുടെ വിഗ്രഹവുമായി ഒരിക്കൽ തീർത്ഥയാത്രയ്ക്കിടെ ഇവിടെ എത്തി. അദ്ദേഹം നേപ്പാളിൽ നിന്നും കൊണ്ടുവന്നതായിരുന്നു ഈ വിഗ്രഹം. ഒരു നമ്പൂതിരി ഇല്ലത്തെത്തിയ അദ്ദേഹം അവിടുത്തെ പുരുഷന്മാരെല്ലാം ക്ഷേത്രത്തിൽ വാരത്തിന് ബ്രാഹ്മണർക്ക് ഊണ് പോയിരിക്കുകയാണെന്ന് അറിഞ്ഞു. അദ്ദേഹം ആ ഇല്ലത്തെ അന്തർജനങ്ങളോട് വിഗ്രഹത്തിന് നൈവേദ്യം, ഭക്ഷണമൊന്നും കൊടുക്കരുതെന്ന് പറഞ്ഞ് വിഗ്രഹം അവിടെ ഏൽപ്പിച്ചിട്ട് അമ്പലത്തിലേക്ക് പോയി. പക്ഷേ ചെറുപ്പക്കാരും കുസൃതികളുമായ അന്തർജനങ്ങൾ പാൽപായസം ഉണ്ടാക്കി വിഗ്രഹത്തിന് സമർപ്പിച്ചു. നമ്പൂതിരി തിരിച്ചു വന്നപ്പോൾ വിഗ്രഹം തറയിൽ ഉറച്ചു പോയിരിക്കുന്നതായി കണ്ടു. തൻ്റെ ഇഷ്ടദേവനെ കൂടെ കൊണ്ടുപോകാൻ കഴിയാതെ മനംനൊന്ത് യാത്ര ചെയ്ത അദ്ദേഹം യാത്രാമധ്യേ ഒരു കല്ലുപാലത്തിൽ നിന്നും താഴേക്ക് വീണ് മരിച്ചു. ഈ സ്ഥലത്ത് ആളുകൾ ഒരു ശ്രീരാമക്ഷേത്രം പറഞ്ഞു. ഒരു ഇഞ്ചക്കാടായിരുന്നു ഇവിടെ. ക്ഷേത്രത്തിൻ്റെ കോണിൽ മരിച്ചുപോയ ബ്രാഹ്മണൻ്റെ ഓർമ്മയ്ക്കായി ഒരു കണ്ണാടിയും സ്ഥാപിച്ചു. ബ്രാഹ്മണൻ അപകടത്തിൽ മരിച്ചതായതുകൊണ്ട് ബ്രഹ്മരക്ഷസ് എന്ന് ബ്രാഹ്മണൻ്റെ വിഗ്രഹം അറിയപ്പെടുന്നു. ഈ ശ്രീരാമക്ഷേത്രം വളരെ പ്രശസ്തമായപ്പോൾ അരികിലൊന്ന് 2 കിലോമീറ്റർ ചുറ്റളവിൽ രാമപുരത്ത് ശ്രീരാമ സഹോദരരായ ഭരതനും കരിഞ്ചപ്പാടി ഭരതക്ഷേത്രം, ലക്ഷ്മണനും അയോധ്യ ലക്ഷ്മണക്ഷേത്രം, ശത്രുഘ്നനും നാറാണത്ത് ശത്രുഘ്നസ്വാമി ക്ഷേത്രം, സീതാദേവിക്കും ക്ഷേത്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഈ ക്ഷേത്രങ്ങൾ എല്ലാം ഇന്നും നിലവിലുണ്ട്. അതുപോലെ തന്നെ രാമപുരത്തെ ഹിന്ദു ഭവനങ്ങളിൽ ഒരു ആൺതരിയുടെയെങ്കിലും പേര് രാമനെന്ന് ഇടാറുണ്ട്. വള്ളുവ കോനാതിരി 12 നമ്പൂതിരി കുടുംബങ്ങളോട് രാമപുരത്ത് വന്ന് താമസിക്കുവാൻ ആവശ്യപ്പെട്ട് അവർക്കായി നിലം കൊടുത്തു. ഈ ക്ഷേത്രത്തിലെ നടത്തിപ്പുകാർ വടക്കേടത്ത് ഭട്ടതിരിയും തെക്കേടത്ത് ഭട്ടതിരിയുമാണ്. ഭരണാവകാശം ഓരോ 6 മാസത്തിലും ഇവർ തമ്മിൽ കൈമാറുന്നു. ഉപദേവതമാരായി ഗണപതിയും ശാസ്താവും ഈ ക്ഷേത്രത്തിൽ ഉണ്ട്. വിവാഹിതനായി 2 പത്നികളുള്ള രൂപത്തിലാണ് ശാസ്താവ് ഇവിടെ കുടികൊള്ളുന്നത്. ശ്രീരാമൻ്റെ നിത്യദാസനായ ഹനുമാനും ഇവിടെ കുടികൊള്ളുന്നു. അവശ്യ വിശദാംശങ്ങൾ: സ്ഥലം കോഴിക്കോട് പാലക്കാട് ഹൈവേ, രാമപുരം ടൗൺ, മലപ്പുറം. മലപ്പുറത്തു നിന്നുള്ള ദൂരം 10 കിലോമീറ്റർ. ഉപദേവതമാർ: ശാസ്താവ്, ഗണപതി, ഹനുമാൻ, ദക്ഷിണാമൂർത്തി, ഭദ്രകാളി. ഉത്സവങ്ങൾ: 8 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രധാന വാർഷിക ഉത്സവം മലയാള മാസത്തിലെ മീനമാസത്തിൽ, അതായത് മാർച്ച് ഏപ്രിൽ ആഘോഷിക്കപ്പെടുന്നു. ആറാട്ട് ചടങ്ങോടെ ഇത് പര്യവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ മലപ്പുറം ജില്ലയിലെ 4 അമ്പലത്തിലെ 3 ക്ഷേത്രങ്ങളെ പരിചയപ്പെടാം. നന്ദി, നമസ്കാരം.